പക്ഷേ അത് നമ്മൾ വാങ്ങാതെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, ഇത് വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കിട്ടണം, അത് കിട്ടണം. കാരണം കരയണ കൊച്ചിനും കിട്ടും. പക്ഷേ അതിനേക്കാൾ വലുത് പൗലോസ്ലീഹയുടെ ഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 2:9 പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റുന്നതിനേക്കാളെല്ലാം വലുതാണ്. അതിനേക്കാൾ വലുതാണ്. എൻ്റെ മോനെ, എൻ്റെ സ്നേഹിതരെ, എൻ്റെ സ്നേഹമുള്ളവരെ, ഞാൻ ഈ രഹസ്യം മനസ്സിലാക്കിയ ദിവസമുണ്ടല്ലോ, അന്നു മുതൽ എൻ്റെ പ്രാർത്ഥന മാറി. ഞാൻ പ്രാർത്ഥിച്ച, പിതാവേ, അങ്ങ് ഇവിടെ ഓമന പുത്രനാണ് ഞാൻ. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്താ? അങ്ങേക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് അതെനിക്ക് തായോ. എൻ്റെ പ്രാർത്ഥന കംപ്ലീറ്റ് വ്യത്യാസമാണ്. എന്തിനു പറയണു? അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. നമ്മുടെ മനുഷ്യബുദ്ധിയിൽ രൂപം കൊള്ളുന്ന ആശയങ്ങളാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ. അത് വേണോ? ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് വേണോ? പറയും പറയും. ഇത്രയും മനസ്സിലാക്കാമല്ലോ, ഇല്ലേ? ഓ കരുണാനിധിയായ ദൈവമേ, അങ്ങയുടെ കരുണയുടെ ആ ഉയരം ഞങ്ങൾക്കറിയില്ല. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു നിമിഷം നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ വലിയ ബഹളമൊന്നും വേണ്ട. ജസ്റ്റ് എ മോമെന്റ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്, പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കൂ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പിതാവായ ദൈവമേ, ഞങ്ങളിൽ വസിക്കുന്ന യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വച്ചിരിക്കുന്ന ആ നിധി എനിക്ക് തുറക്കണമേ. ദാറ്റ്സ് ഓൾ. പ്രാർത്ഥന കഴിഞ്ഞു. ഇന്ന് വലിയൊരു കാര്യം സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഒരു കാര്യം ഇതാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനം പറയുന്നത് ഇതാണ്: നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാമത്തെ വചനം. 1 Corinthians chapter 1:30. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാമത്തെ വചനം. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. അവിടുന്ന് തന്നെയാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം, യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്കായി എന്താക്കി? ജ്ഞാനമാക്കി. എല്ലാവരും ഏറ്റു പറഞ്ഞ ആ വചനം. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം, എല്ലാവരും ഉച്ചത്തിൽ, ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കി, നീതിയാക്കി, വിശുദ്ധീകരണമാക്കി, പരിത്രാണമാക്കി. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫോർമേഷൻ. ജ്ഞാനം, നീതി, വിശുദ്ധീകരണം, പരിത്രാണം. ഇതെല്ലാം ആരാക്കും? ദൈവം തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ഇനിസിയേഷനാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദവും ഹവ്വയും പാപം ചെയ്തിട്ട്
മരത്തിന്റെ മറയിൽ ഒളിച്ചിരുന്നപ്പോൾ ഹൂ ഇനിഷ്യേറ്റഡ്? ആരാണ് അവിടെ ഇനിഷ്യേഷൻ? ആരാണ് മുൻകൈയെടുത്തത്? ദൈവം. മനുഷ്യൻ, പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നോ? അത് മനുഷ്യൻ സ്വർഗത്തിൽ പോയോ? ദൈവം ഇറങ്ങി വന്നു. സോ ഹൂസ് ഇനിഷ്യേഷൻ? മത്തായിയുടെ വീട്ടിലേക്ക് മത്തായിയും യേശുവും കണ്ടുമുട്ടാൻ ആരാ ഇനിഷ്യേഷൻ എടുത്തത്? ഈശോ മത്തായിയുടെ വീട്ടിലേക്ക് ചെന്നു. സമരിയാക്കാരിയുടെ അടുത്തേക്ക് നട്ടുച്ചയ്ക്ക് ആരാ ഇനിഷ്യേഷൻ എടുത്ത് വന്നത്? യേശു. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ചെന്നത് ആരാ? യേശു. അപ്പോൾ ദ ഫസ്റ്റ് ഇനിഷ്യേഷൻ, ആ അർത്ഥത്തിലാണ് നമ്മൾ പ്രാരംഭ കൂദാശകളെന്ന് ചിലർ പറയാറുണ്ട്. എന്തെല്ലാമാണത്? ഇനിഷ്യേഷൻ സാക്രമെന്റ്സ് എന്നാണ് അതിന് പറയാ. അതിന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രവേശന കൂദാശകൾ എന്നാണ് അതിനർത്ഥം. മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. ഈ 3 കൂദാശകൾക്ക് എന്താ പറയുന്നത്? അയ്യോ, ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ഇന്നൊരു ദിവസം അടുക്കളയൊന്നുമില്ല, നമുക്ക് സുഖമായിട്ടിരുന്ന് ഉറങ്ങാം. ഇവിടെ ഉറങ്ങിക്കോ. ഈ വചനം നിങ്ങൾ ഉറങ്ങുമ്പോഴും അകത്ത് കയറുന്ന തരത്തിലാണ് ഞാൻ പറയണേ. ഓക്കെ, ഒരു ദിവസം വീട്ടിലെ അടുക്കളയിൽ നിന്നൊക്കെ വിട്ട് ഡ്യൂട്ടിയും വിട്ട് സുഖമായിട്ട് ഈ സീറോ മലബാർ നമ്മൾ പണിത നമ്മുടെ മനോഹരമായ ഈ വാതിലിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കാം, ഉറങ്ങാം. ഉറങ്ങിക്കോ. അതും ഒരു അനുഗ്രഹം തന്നെയാണ്. ഇത്രയും ഇത് ഉണ്ടാക്കിയിട്ടിട്ട് ഇതിനകത്തൊന്നും ഉറങ്ങിയില്ലെങ്കിൽ എന്താ കാര്യം? ഇടയ്ക്ക് ഇച്ചിരി വചനമൊക്കെ ഒന്ന് കേൾക്കാം. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് കേട്ടെ. എന്താ കേട്ടത്? ഇപ്പോൾ എന്താ കേട്ടത്? മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന. ഒന്നിങ്ങനെ കാണിച്ചേ കൈകൊണ്ട് ഒരു ആക്ഷൻ. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന. ഇതിനെന്താ നമ്മൾ പറയണത്? 3 സാക്രമെന്റ്സിന് ഇനിസിയേഷൻ സാക്രമെന്റ്. അതിന് മലയാളം എന്താ? മലയാളം എന്താ? അതാണ് ഒരു ട്രാൻസ്ലേഷൻ, പ്രാരംഭ കൂദാശകൾ. എന്നാൽ അതിന് കുറച്ചുകൂടി നല്ലൊരു ട്രാൻസ്ലേഷൻ എന്താണ്? പ്രവേശന കൂദാശകൾ. പ്രാരംഭം എന്ന് പറയുന്നതിനേക്കാൾ, അപ്പൊ പ്രാരംഭത്തിൽ ആരാ പ്രാരംഭം? നമ്മളാണ് പ്രാരംഭം നടത്തുന്നുള്ള മാതിരിയാ? നോ, ഇറ്റ് ഈസ് എ ഇനിസിയേഷൻ ഫ്രം ഗോഡ്. നമ്മൾക്ക് 2 തരത്തിലുള്ള ചിന്താഗതികളാണ് ഇന്ന് ലോകം മുഴുവനുള്ളത്. ഒന്ന്, നീ പശ്ചാത്തപിക്കണം, നീ പാപത്തിൽ നിന്ന് മാറണം, നീ മാനസാന്തരപ്പെടണം, എന്നാലേ ദൈവാനുഭവം ഉണ്ടാവുള്ളൂ. ഇതാണ് കുറെ പേര് പറയണത്. മറ്റു കുറെ പേര് പറയണത്, നീ എന്ത് ചെയ്താലും കർത്താവ് നിന്നെ തൊട്ടാലേ ശരിയാവുള്ളൂ. കർത്താവ് നിന്റെ കൂടെയുണ്ട്, കർത്താവ് നിനക്ക് വേണ്ടിയതെല്ലാം ചെയ്തിട്ടുണ്ട്, കർത്താവ് കരുണയാണ്. മത്തായിയുടെ വീട്ടിലേക്ക് ചെന്ന കർത്താവ് മത്തായിയോട് കരുണ കാണിച്ചു. കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്, കർത്താവ് നിനക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് വേറൊരു കോൺസെപ്റ്റ്. ചിലർ പറയും, നീ മര്യാദക്കല്ലെങ്കിൽ നല്ല അടി കിട്ടും, നല്ല ശിക്ഷ കിട്ടും. അപ്പോൾ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുഖമാണ് അധികം പേരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതല്ല സത്യം. ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാനല്ല, ദൈവം നമ്മളെ രക്ഷിക്കാനാണ് യേശുവിനെ അയച്ചത്. ആ എടയനും ആടും വലിയൊരു സിംബോളിസമാണ്. ആട്, എടയൻ, അതൊന്നിച്ചിരി മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ബൈബിളിൽ ഉടനീളമുള്ള ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജാണ് ആടും ഇടയനും. ഇപ്പം ഇസ്രായേലിലൊക്കെ നിങ്ങൾ ടൂർ പോയിട്ടുള്ളവരല്ലേ, ഹോളി ലാൻഡിലൊക്കെ പോയപ്പോൾ അവിടെ ആൾ കാണിച്ചു തന്നിട്ടുണ്ടാവും ഈ ആടും ഇടയനും ഒക്കെ വസിച്ചിരുന്ന കേവ്സ്. അവരെ ആട് ഇടയനും ആടിനെയൊക്കെ ഒരുതരം ഗുഹയിലാണ് താമസിപ്പിച്ചത്. എന്നിട്ട് ഇടയൻ രാവിലെ ആകുമ്പോൾ അതിനകത്ത് 2-3 ഇടയൻ്റെ ആടുകളുണ്ടാകും. പക്ഷേ ഓരോ ഇടയനും ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ആ ശബ്ദം കേട്ടാൽ ആടുകൾക്കറിയാം ഇത് എൻ്റെ ഇടയൻ്റെ ശബ്ദമാണ്. എക്സാമ്പിൾ, ഇപ്പോൾ
ആ ഇടയൻ്റെ ആടുകളെല്ലാം ഉടനെ പുറത്തിറങ്ങി വരും. ഇപ്പം ആ ഇടയൻ്റെ ആടുകളെല്ലാം പുറത്തിറങ്ങി വരും. ഈ ശബ്ദം ഇനി വേറെ ഒരു ഇടയനും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഓരോ ഇടയനും ഒരു ശബ്ദമുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം. അപ്പം ആ ശബ്ദം എന്ന് പറയുന്നത് ഭയങ്കര ഫിനോമിനലാണ്. അപ്പം ഈ കേവ്സിൽ നിന്ന് ഈ ആടുകളെ മരുഭൂമി താണ്ടി പച്ചപ്പുൽ പ്രദേശത്തേക്ക് കൊണ്ടുപോയി തീറ്റി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അവർ മടക്കി കൊണ്ടുവരുമ്പോൾ ആ പച്ചപ്പുല്ലുള്ള മൈതാനത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ എന്താ, 1, 2, 10, 20, 30, 40, 50, 60, 70, 80, 90, 92, 93, 94, 95, 96, 97, 98. അയ്യോ, 99 ഒരാടിനെ കാണാനില്ലല്ലോ. ഇടയൻ കുറെ ഒച്ചയ്ക്ക് ഉണ്ടാക്കി നോക്കി, ആടിനെ കാണാനില്ല. ഇപ്പം എന്ത് ചെയ്യും? ഈ ആടുകളെല്ലാം അവിടെ വിട്ടിട്ട് ഈ ഇടയൻ ആകെ ആവലാതിയായി. അയ്യോ, എൻ്റെ ഒരു ആട് എവിടെ പോയി? ഈ ഇടയൻ വീണ്ടും ആ പച്ചപ്പുല്ലും അവിടെ ഇച്ചിരി കാടും കുടിലും മുൾപടർപ്പുകളുള്ള സ്ഥലത്തേക്ക് ഓടി നടക്കുകയാണ്. എൻ്റെ കുഞ്ഞാടെവിടെ? ആട് ഒരിക്കൽ വഴിതെറ്റിപ്പോയാൽ അതൊരിക്കലും താനെ തിരിച്ചു വരില്ല. അതാണ് അതിൻ്റെ ഫിനോമിനൻ. അത് താനെ തിരിച്ചു വരില്ല. ഒന്നതിന് വഴിയറിയില്ല, അത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കും. അപ്പൊ ഈ ഇടയൻ ഇങ്ങനെ അന്വേഷിച്ചു പോവുകയാണ്. അതാണ് അന്വേഷിച്ചു പോകുന്ന ഇടയൻ. അന്വേഷിച്ചു ഈ 99 ആടിനെ കുറിച്ച് യാതൊരു അറിയില്ല. അത് മരുഭൂമിയിൽ ചെന്നായൊക്കെ വന്ന് പിടിക്കാം, പക്ഷെ ഈസ് നോട്ട് ബോതേഡ്. ഈ ആടിനന്വേഷിച്ച് എവിടെ എൻ്റെ ആടില്ല. അങ്ങനെ കുറെ ചെന്ന് കഴിഞ്ഞപ്പോ സന്തോഷമായി. ചെന്നു കണ്ടുപിടിച്ചു. ശബ്ദമാണ് എല്ലാത്തിൻ്റെയും. ആ ആട്ടുകുഞ്ഞ് അവിടെ കിടന്ന് വിഷമിക്കുകയാണ്. അവിടെ വഴിതെറ്റിപ്പോയിട്ട് ഒരു കുഴിയിൽ വീണു, മുള്ളുകളുടെ ഇടയിൽ ഇങ്ങനെ കിടക്കണം. ഓ, നീ എന്തിനോടാ ഇങ്ങനെ വന്നത്? അതിനെ പൊക്കിയെടുത്ത് ആടിനെ തോളിലേറ്റി ഇനി കൊണ്ടുവരും വാത്സല്യത്തോടെ. ഇതാണ് നമ്മൾ ഈ കരുണയുടെ വർഷത്തിലെ ഏറ്റവും വലിയ പ്രതീകം. ഇതിൽ ഒരു ശിക്ഷിക്കുന്ന ദൈവമാണോ രക്ഷിക്കുന്ന ദൈവമാണോ? ആരാണ് ഇവിടെ? ഇങ്ങനെ തന്നെയാണ് ആദത്തെയും ഹവ്വയെയും അന്വേഷിച്ച് ദൈവം വന്നത്. അപ്പൊ നമ്മൾക്കുണ്ടാകേണ്ട ജ്ഞാനം, ഇത് ജ്ഞാനമാണത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ പ്രധാന ഒരു കാര്യമാണ് ദൈവം ജ്ഞാനമാണെന്നും ദൈവം കരുണയാണ്. അത് മനസ്സിലാകുന്നതിനാണ് ദൈവത്തിൻ്റെ ജ്ഞാനം വേണ്ടത്. ഇപ്പോഴും നമുക്കിത് സമ്മതിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അത് കാരണം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷം. ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിച്ചേക്കണത്, നീ തിന്മ ചെയ്താൽ ദൈവം ശിക്ഷിച്ചു, നരകത്തിൽ പോവും. നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാനാണോ കർത്താവ് വന്നേക്കണേ? ഇന്ന് നമ്മൾ കാണുന്ന പല പ്രസംഗങ്ങളും പല ടെലിവിഷൻ സീരിയലുകളും എല്ലാം ഇപ്പോഴും അത് തന്നെ പറയണത്. വളരെ അപൂർവം ആളുകളെ പറയുന്നുള്ളൂ കർത്താവ് കരുണയാണെന്നും കർത്താവ് ശിക്ഷിക്കില്ല എന്നും കർത്താവ് രക്ഷിക്കുന്നു. കരുണയുടെ വർഷം കഴിയാറായിട്ടും നമ്മൾ കേൾക്കുന്നത് മുഴുവനും ഇപ്പോഴും ഒരു ശിക്ഷിക്കുന്ന സുവിശേഷമാണ്. ഐ ആം സോറി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജ്ഞാനസ്നാനത്തിലൂടെ
നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ രക്ഷിക്കുന്ന, നമ്മുടെ സ്നേഹം നിറഞ്ഞ, വാത്സല്യമുള്ള ഒരു ദൈവത്തെ മനസ്സിലാവുകയുള്ളൂ. ആ ജ്ഞാനത്തിൻ്റെ കുറവായിരുന്നു ഫരിസേയരും നിയമജ്ഞരുടെയും അവസ്ഥ. ഫരിസേയരും നിയമജ്ഞരും അവരുടെ മാനുഷികമായ ബുദ്ധിയിൽ നിയമത്തെ വ്യാഖ്യാനിക്കുകയും മാനുഷികമായ ജ്ഞാനത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പന്തക്കുസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിലും സഭ മുഴുവനിലും ദൈവിക വെളിപാടിന്റെ ജ്ഞാനം നൽകിക്കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് നയിക്കുന്നു. പെട്ടെന്നൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ഈശോ പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ് ഇത് നിത്യജീവനാകുന്നു എന്ന്. അത് ആർക്കെങ്കിലും ഒന്ന് ഉത്തരം പറയാമോ? വാട്ട് ഈസ് എറ്റേണൽ ലൈഫ്? നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ദൈവത്തോടുകൂടെ നിത്യമായ, ദാറ്റ് മീൻസ് ആഫ്റ്റർ ലൈഫ് വി ആർ വിത്ത് ഗോഡ്. അതാണോ? അതാണ് ഒരർത്ഥം. ഇനി വേറെ എന്തെങ്കിലും? നിത്യജീവൻ എന്നാൽ എന്താവുന്നു? ദൈവത്തിന്റെ ജീവൻ നമ്മളോടൊപ്പം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളൊരു ലോജിക്കലായിട്ടുള്ള ഒരു ആൻസറാണ്. ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു ഡെഫിനിഷൻ ബൈബിളിലുണ്ട്. അതാണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ് ഇപ്പൊ 2-3 പേര് പറയണത്. നിത്യജീവൻ എന്നാൽ എന്താകുന്നു? വാട്ട് ഈസ് എറ്റേണൽ ലൈഫ്? ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഒരു ഉത്തരം. അത് കൃത്യമായിട്ട് ബൈബിളിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറയാം. അതാരാ പറഞ്ഞേ? അതാരാ പറഞ്ഞൊന്ന് കൈവക്കിയേ? ഒന്നവിടെ നിന്ന് ഒന്ന് കൈയടിച്ച് ഒരു കൈയടി കൊടുത്തേതാ. നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു. ഒരാൾ മതി രക്ഷപ്പെടാൻ. മനസ്സിലായോ? ഇപ്പൊ ഒരു കൃത്യമായ ഉത്തരം എന്താണ്? ഒന്ന് ഉച്ചത്തിൽ ഒന്നുകൂടി പറഞ്ഞു ചേച്ചി. അത് പിന്നെ പറയാം. ആ ഉത്തരം പറഞ്ഞു. കേട്ടോ? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ അതിൽ പിന്നീട് വരും കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അത് മരണശേഷം മാത്രമല്ല, അതിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മാമോദീസായിലൂടെ എന്താ കിട്ടിയേ? ആ മാമോദീസായിലൂടെ തന്നെ നമ്മൾ നിത്യജീവന്റെ അവകാശികളാണ്. ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെടുകയും നമ്മൾ ദൈവ മക്കളാണ്. നമ്മുടെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ആ അറിവ് എന്ന് പറയണേന് ഇപ്പൊ നമ്മൾ വിവാഹിതരായിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ എൻ്റെ ഭാര്യയെ അറിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്ന് പറയാറുണ്ടില്ലേ? എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അറിയുക എന്ന് പറഞ്ഞാൽ? അവർ തമ്മിൽ ഒന്നാകുന്നു. അവർ തമ്മിൽ ഒന്നാകുന്നു. അപ്പൊ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നാകുന്നു. അതൊരു മണവാളൻ മണവാട്ടി പോലെയാണ്. ഒരു പ്രേമ കഥയാണത്. ഏക സത്യദൈവമായ അങ്ങയെയും എന്ന് പറഞ്ഞ എല്ലാവരും, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അത് മരണശേഷമുള്ളത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, അതിൻ്റെ പൂർണ്ണതയാണ്. എന്നാൽ അതിവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യജീവനിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നത് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് വിശുദ്ധ കുർബാന നൽകുന്ന സമയത്ത് കർത്താവ് ഈശോമിശിഹായുടെ ശരീരവും രക്തവും നിങ്ങളുടെ പാപമോചനത്തിനും നിത്യജീവനുമായിട്ട് ഇത് തരികയാണ്. തരുമ്പോൾ എപ്പോഴാണ് നിത്യജീവൻ കിട്ടണേ? ഇത് സ്വീകരിക്കുമ്പോഴാണോ കിട്ടണേ? സ്വീകരിക്കുമ്പോൾ കിട്ടുന്നോ ഇല്ലയോ? അവനിൽ വിശ്വസിക്കുന്നവർക്ക്
നിത്യജീവനുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നിത്യജീവൻ. അതായത് ഏക സത്യദൈവമായ അങ്ങും പിതാവും അങ്ങയച്ച യേശുക്രിസ്തുവുമായിട്ട് നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒന്നായി കഴിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു മാച്ചസ് എന്തെങ്കിലും, ഒരു മാച്ച് ബോക്സ് കൊണ്ടുവരാമോ? സംബഡി ക്യാൻ യു ബ്രിങ് ഒരു മാച്ച് ബോക്സ് തന്നെ, അല്ലെങ്കിൽ 2 ക്യാൻഡിൽ, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഉപയോഗിക്കാം. അപ്പൊ ഏക സത്യദൈവമായ അങ്ങും അങ്ങയച്ച യേശുക്രിസ്തുവും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ അറിവ് എന്ന് പറയുമ്പോൾ അതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അത് ഒരു ദിവസം അറിയുന്ന കാര്യമല്ല. ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഓക്കെ, ഈ ക്യാൻഡിൽ എടുക്കാമോ? Can you take it out? അത് നമുക്കൊന്ന് ലൈറ്റ് ചെയ്യാമല്ലോ അല്ലേ? യെസ്. ഇങ്ങനെയെങ്കിലും നമുക്കൊരു സഹായമായി. ഇത് മെഴുകുതിരല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് വാ, യു കം. അത് കൊടുക്ക. മാമോദീസ സമയത്ത് നമ്മുടെ മാമോദീസ തൊട്ടിയുടെ അടുത്ത് വാസ്തവത്തിൽ ഒരു ക്യാൻഡിൽ, നമ്മുടെ ലത്തീൻ റീത്തിലാണെങ്കിൽ ലത്തീൻ റീത്തിലാണെങ്കിൽ മാമോദീസ തൊട്ടിയുടെ അടുത്ത് ആ ഈസ്റ്റർ ക്യാൻഡിൽ ഉണ്ടാവും. നമ്മൾക്കും അങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടെന്നുള്ളതാണ് വെപ്പ്. അപ്പൊ ആ ഈസ്റ്റർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ആരാ? ഈസ്റ്റർ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈശോ ആണ്, കർത്താവ് ഈശോ മിശിഹ. ആ ഈസ്റ്റർ ക്യാൻഡിലിൽ നിന്ന് മാമോദീസാർത്ഥിയിലേക്ക്, ഇത് ചിരിക്കാമോ? ഓയിലുണ്ട്, നോക്കട്ടെ. പിടിച്ചോളൂ. ഇത് മാമോദീസാർത്ഥിയാണ്. മാമോദീസാർത്തി എന്ന് പറഞ്ഞാൽ ആർത്തിയോടെ വന്നിരിക്കുന്ന ആളാണ്. എന്തിനു വേണ്ടിയുള്ള ആർത്തി? യേശുവിന് വേണ്ടിയുള്ള ആർത്തി തന്നെയാണ്. ഈ മാമോദീസാർത്തിയിലേക്ക് തിരികൊളുത്തിയിട്ട് വൈദികൻ അല്ലെങ്കിൽ മാമോദീസാസ് നടത്തുന്ന ആ വൈദികൻ എന്ത് പറഞ്ഞു? നീ ലോകത്തിൻ്റെ പ്രകാശമാകും. ഈശോ പറഞ്ഞു ആദ്യം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈശോ എന്ത് പറഞ്ഞു? നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശം. അപ്പൊ മാമോദീസായിലൂടെ നമ്മളിലേക്ക് ഈശോ എന്ത് തന്നു? നമ്മളിപ്പോ പ്രകാശം തന്നു എന്നാ പറയണേ. ഇപ്പൊ എന്ത് തന്നു? യേശുവിനെ തന്നെ തന്നു. ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ ഈ മാമോദീസായിലൂടെ നമ്മളിലേക്ക് പകർന്നു. ഇപ്പൊ നോക്കിയ ഈ 2 തിരിയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? പറയും. കുറച്ചു നേരം നോക്കി നിൽക്ക്. നമ്മൾ ആരാ? നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ്. ഇതാണ് അടിസ്ഥാനപരമായ നമ്മളുടെ വിശ്വാസം. യു ആർ അനദർ ക്രൈസ്റ്റ്. അതാണ് പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ പറയുന്നത്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. All you have been baptized into Christ have put on Christ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നമ്മൾ കുർബാന ശുശ്രൂഷയിലെ പറയാറില്ലേ? ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രകുത്തപ്പെട്ടവരും ഭയഭക്തിയോടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുചേരുക. പണ്ട് പറഞ്ഞിരുന്നത് വേറെ ഒന്നാണ്. ജ്ഞാനസ്നാനം സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ. താങ്ക് യു. ഇത് പറ്റുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? ജ്ഞാനസ്നാനത്തിൽ നമ്മളിൽ തന്നിരിക്കുന്നത് എന്താ? ജ്ഞാനം തന്നെയായ ക്രിസ്തു എന്ന് മാത്രമല്ല, ദൈവം തന്നെയായ ക്രിസ്തു. യു ബിക്കം അനദർ ക്രൈസ്റ്റ്. ഈ അടിസ്ഥാനപരമായ അവസ്ഥയാണ് നിത്യജീവൻ. ഇവിടെ ആരംഭിച്ചു നിത്യജീവൻ.
നമ്മളെ സംബന്ധിച്ച്. പക്ഷേ നമ്മളിപ്പോഴും അജ്ഞരാണ് ഇതിനെക്കുറിച്ച്. അതാണ് നമ്മളിൽ ഇനി ഉണ്ടാകേണ്ട ഒരവസ്ഥ. ഈ അജ്ഞത അകറ്റണം. നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ആ മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠനെ പോലെയാ. മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠൻ സമയമായി, നമുക്ക് ഭക്ഷണത്തിന് സമയമായി. നമുക്കത് കഴിഞ്ഞിട്ട് മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠന്റെ കാര്യമൊക്കെ നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഭക്ഷണത്തിന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുള്ളത്, ഒരു ലവ് ഓഫറിങ്. നമ്മൾ ആ സ്നേഹ കാഴ്ചയ്ക്കായിട്ട് തയ്യാറാകാം. നമുക്ക് നന്ദി പറയാം. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അതിൻ്റെ എല്ലാം നന്ദിയായിട്ട് ഈ ദേവാലയത്തിൽ നമ്മളിവിടെ ഇരിക്കുകയും നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയും. അതോടൊപ്പം നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ സാമ്പത്തികമായ അത് നമ്മൾ തന്നെ കൂട്ടണം. ദൈവം നമുക്ക് അതിനുള്ള സഹായങ്ങളൊക്കെ തരും. അതിനുവേണ്ടിയാണ് ഈ സ്തോത്രക്കാഴ്ച. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ വോളണ്ടിയേഴ്സ് സ്തോത്രക്കാഴ്ചയ്ക്ക് വേണ്ടി ഉള്ള പാത്രങ്ങളായിട്ട് വരുന്നു. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. പാട്ടുപാടാം. അധികം താമസിയാതെ നമുക്ക് ഭക്ഷണത്തിന് പോകാം. നമ്മൾ ധ്യാനത്തിൻ്റെ ഒരു ഐറ്റമാണിത്. നമ്മൾ ഇത്രയും സമയം ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇതെല്ലാം പറയണമെന്ന് ഉദ്ദേശിച്ചല്ല ഞാൻ വന്നത്. കർത്താവ് അതെല്ലാം പറഞ്ഞു പരിശുദ്ധാത്മാവിലൂടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാവിന് ആവശ്യമുള്ളതാണത്. പക്ഷെ അത് നിങ്ങളുടെ ആത്മാവിൽ തട്ടിയോ? നിങ്ങൾക്കതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? ഒന്ന് നമുക്ക് ചിന്തിക്കാം. എന്താണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടിയ ഏറ്റവും ദൈവം തന്ന ഒരു ദൂത്, ഒരു സന്ദേശം? ഒന്നോ രണ്ടോ ഒരു പോയിന്റ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കേട്ടതിൽ നമ്മളേറ്റവും സ്വാധീനിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വളരെ പ്രയോജനകരമാണെന്ന് നമുക്ക് തോന്നുന്ന രണ്ട് ആശയത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ പ്രതി നന്ദി പറയുന്നു. ഇത്
ദൈവത്തിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ജ്ഞാനസ്നാനത്തിലൂടെ അങ്ങയുടെ മകനാണ്, അങ്ങയുടെ മകളാണ്. അങ്ങ് എൻ്റെ ജീവിതപാതയിലേക്ക് എന്നെ നയിക്കുന്ന വഴിയാണിത്. ആദ്യമായിട്ട് കേട്ടതാകാം, അല്ലെങ്കിൽ പല പ്രാവശ്യം കേട്ടതിൻ്റെ ആഴമായ അർത്ഥമാകാം. ദൈവമേ, ഞാൻ അതിനെപ്പറ്റി നന്ദി പറയുന്നു. ഇനി ഇത് നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് പങ്കുവെക്കണം. ഈ രണ്ട് കാര്യം, 2 സെൻറ്റൻസ്. എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് എന്നെ സ്പർശിച്ചത് എന്ന് അങ്ങോട്ട് പറയുക, ഇങ്ങോട്ടും പറയുക. പ്ലീസ് ഒന്ന് സംസാരിക്കൂ. സംസാരിച്ചോ? മൗനം കഴിഞ്ഞു. എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ കിട്ടിയ പുതിയ അല്ലെങ്കിൽ ചില ഉൾക്കാഴ്ച?